أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الذين يتبعون الرسول النبي الأمي الذين يتبعون الرسول النبي الأمي الذي يجدونه مكتوبا عندهم في التوراة والإنجيل يأمرهم بالمعروف وينهاهم عن المنكر ويحل لهم الطيبات ويحرم عليهم الخبائث ويضع عنهم إصرهم والأغلال التي كانت عليهم فالذين آمنوا به وعزروه ونصروه واتبعوا النور الذي أنزل معه أولئك هم المفلحون. قل يا أيها الناس إني رسول الله إليكم جميعا الذي له ملك السماوات والأرض لا إله إلا هو يحيي ويميت فآمنوا بالله ورسوله النبي الأمي الذي يؤمن بالله وكلماته واتبعوه لعلكم تهتدون. അപ്പോൾ ശ്രദ്ധിക്കൂ, 157 സൂറത്ത് ആറാഫ് 157, 158 വചനങ്ങളാണ് നമ്മളിവിടെ പാരായണം ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ആശയങ്ങളാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പിന്നെ നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ
ഒരു സത്യപ്രവാചകനാണ്, അള്ളാഹു നിയോഗിച്ചതാണ് എന്ന് ബോധ്യപ്പെടുമ്പോഴാണ് നമ്മുടെ വിശ്വാസവും നമ്മുടെ ഈമാനും ഒക്കെ ശരിയാവുള്ളൂ. അത് നമ്മളെ ബോധ്യപ്പെടുത്തി തരുന്ന ചില തെളിവുകളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആ തെളിവുകൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിങ്ങൾ പിൻപറ്റണം എന്ന് പറയുകയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ തെളിവുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 തെളിവുകൾ. ഒന്നെന്താണെന്ന് വിചാരിച്ചാൽ കുറേ കാര്യങ്ങൾ ഈ ആയത്തിലൂടെ പറയുന്നുണ്ട്. ഒന്ന് പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എഴുത്തും വായനയും അറിയാത്ത വ്യക്തിയാണെന്നുള്ളതാണ്, നിരക്ഷരനാണ് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാത്ത വിജ്ഞാനങ്ങളില്ല. ലോകത്ത് ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്ന എന്തെല്ലാം വിജ്ഞാനങ്ങളുണ്ടോ ആ വിജ്ഞാനങ്ങളെല്ലാം ഖുർആനിലും ഹദീസിലും പരാമർശ വിഷയമായിട്ടുണ്ട്. അപ്പോൾ ഒരു വ്യക്തിക്ക് അറിവ് കിട്ടണമെങ്കിൽ അത് എവിടെ നിന്ന് കിട്ടും? ഒന്നില്ലെങ്കിൽ എഴുത്തും വായനയും അറിയുകയാണെങ്കിൽ ലോകത്തുള്ള മറ്റുള്ളവരുടെ ഗ്രന്ഥങ്ങളിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും? വായിക്കാനും മനസ്സിലാക്കാനും പറ്റും. പക്ഷേ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തൻ്റെ ചുറ്റുപാടുള്ള ബന്ധുക്കളിൽ നിന്ന് നാട്ടുകാരിൽ നിന്ന് കിട്ടുന്ന ഒരു വിവരമല്ലാതെ മറ്റൊരു വിവരവും കിട്ടുവാനുള്ള ഒരു വഴിയും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിലില്ല. എന്നിട്ട് ഒരിക്കലും തെറ്റുപറ്റാത്ത ലോകത്തുള്ള മുഴുവൻ വിജ്ഞാനങ്ങളെയും അതിജീവിക്കത്തക്ക വിധത്തിലുള്ള ഈ അത്ഭുതകരമായിട്ടുള്ള വിവരങ്ങളെ എങ്ങനെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പറയാൻ സാധിച്ചു എന്ന് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ നബി നിരക്ഷരനാന്ന് പറയുമ്പോൾ നബിനെ പറ്റി അങ്ങനെ പറഞ്ഞാൽ നബിനൊരു മോശമാക്കലാണ്. അവിടെ നബിക്ക് എഴുത്തും വായനയും അറിയുമെന്ന് പറയുകയാണ് നല്ലത് എന്നൊക്കെ പിൽക്കാലത്ത് വാദിച്ച ആളുകളുണ്ട്. പക്ഷേ അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ അമാനുഷികമായ ഒരു ദൃഷ്ടാന്തം തന്നെയാണ് എഴുത്തും വായന. അപ്പോൾ മതപരമായ ഒരു വേദഗ്രന്ഥത്തിൻ്റെ പശ്ചാത്തലം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ നാട്ടിൽ തന്നെ അറിയാൻ പറ്റും, മുസ്ലിങ്ങളാണെങ്കിലും ക്രിസ്ത്യാനികളാണെങ്കിലും ജൂതന്മാരാണെങ്കിലും ഒക്കെ അവർക്കൊക്കെ എന്തുണ്ട്, ഒരു വേദത്തിൻ്റെ നിയമങ്ങളുണ്ടല്ലോ, നമുക്കറിയുന്ന കുറേ കാര്യങ്ങളുണ്ട്. പക്ഷെ ഒരിക്കലും ഒരു വേദ പശ്ചാത്തലങ്ങളില്ലാത്ത തനിച്ച ബഹുദൈവാരാധകരായ വേദഗ്രന്ഥങ്ങളെക്കുറിച്ചൊന്നും അറിയാത്ത ഒരു ജനതയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചു വളർന്നത്. നബി ഒരു ക്രിസ്തീയ സമുദായത്തിലല്ല, ജൂത സമുദായത്തിലല്ല. വേദങ്ങളെക്കുറിച്ചോ അള്ളാഹുവിനെക്കുറിച്ചോ ഒന്നും പഠിപ്പിക്കപ്പെടുന്ന ഒരു പാരമ്പര്യം, പറഞ്ഞു കേട്ട, കുടുംബത്തിൽ ജീവിക്കുമ്പോൾ പറഞ്ഞു കേട്ട ഒരു പാരമ്പര്യം പോലും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കില്ല. അങ്ങനെ ഒരു ജൂത പണ്ഡിതൻ്റെയോ ക്രിസ്തീയ പണ്ഡിതൻ്റെയോ അടുക്കൽ പോയി മതം അഭ്യസിച്ചിട്ടുള്ള ഒരു പരിചയവും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കില്ല. സ്വന്തം വായിച്ച് മനസ്സിലാക്കാനും പറ്റൂല. അപ്പം അങ്ങനത്തെ ഒരു പ്രവാചകൻ ഏറ്റവും ഉന്നതമായ സാഹിത്യകാരന്മാർക്ക് പോലും പറ്റാത്ത വാചകങ്ങളാണ്. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും, ഇപ്പോൾ നമ്മളൊരു പേജ് കത്ത് എഴുതുകയാണെങ്കിൽ നമ്മളൊക്കെ എത്രമാത്രം വായനയും പരിചയവും നമുക്കുണ്ടോ അതിനനുസരിച്ച് നമ്മുടെ ഭാഷ നന്നാവൂലേ, എഴുത്ത് നന്നാവൂലേ. ഒരു വിവരമില്ലാത്തൊരാൾ അന്നത്തെ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ അക്ഷരജ്ഞാനമുള്ള, ഏറ്റവും വലിയ സാഹിത്യ കഴിവുള്ള ഒരു സാഹിത്യകാരന് പോലും പറ്റാത്ത രൂപത്തിൽ അത്ര ഉന്നതമായ സെൻറ്റൻസുകളിൽ അങ്ങനത്തെ വാചക ഘടനയിൽ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ അത് തന്നെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംസാരം നബിൻ്റെ സംസാരമല്ല, അള്ളാഹു പറഞ്ഞു കൊടുക്കുന്നതാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് എന്നതിനുള്ള ഏറ്റവും വലിയ തെളിവാണ്. അപ്പോൾ ഒന്ന് ഉമ്മിയ്യ് എന്നത്. രണ്ടാമത്തൊരു കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ, അപ്പോൾ എന്താ ഇപ്പോൾ ഈ ഹദീസുകളൊന്നും അംഗീകരിക്കൂല എന്ന് പറയുന്ന ആളുകളും അവരൊക്കെ മനസ്സിൻ്റെ ഉള്ളിൽ എന്താണെന്ന് വിചാരിച്ചാൽ ഇതൊക്കെ എന്താ വെച്ചാൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം ബുദ്ധിയിൽ നിന്ന് ആലോചിച്ച്, അങ്ങനെ ബുദ്ധിയിൽ നിന്ന് ആലോചിച്ചുണ്ടാക്കാൻ പറ്റുന്ന ഒരു വിവരം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പ് ഇവിടെ നിന്നും കിട്ടിയിട്ടില്ല. അതാണ് അതിൻ്റെ പ്രത്യേകത. പിന്നെ രണ്ടാമത്തൊരു തെളിവ് എന്താണെന്ന് വിചാരിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന് പറയുന്ന ഈ മുഹമ്മദ് ബിൻ അബ്ദുള്ള എന്ന് പറയുന്ന ഒരാൾ പിൽക്കാലഘട്ടങ്ങളിൽ ആഗതനാകും എന്ന് തൗറാത്തിലും ഇഞ്ചീലിലും എല്ലാം പറഞ്ഞിട്ടുമുണ്ട്. അതാണ് രണ്ടാമത്തെ തെളിവ്. തൗറാത്തിലും ഇഞ്ചീലിലും എല്ലാം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ചുള്ള പരാമർശങ്ങളുണ്ട്. ഈ അമാനുമോൻ്റെ തഫ്സീറിൽ അമാനുമോലി കുറേ വാചകങ്ങൾ കൊടുക്കുന്നുണ്ട്. പഴയ നിയമത്തിനും പുതിയ നിയമത്തിൽ നിന്നുള്ള
ധാരാളക്കണക്കിന് വാചകങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൽ കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതൊക്കെ ഇന്നുള്ളതാണ്. ഇന്നും ആ വേദഗ്രന്ഥങ്ങളിൽ നബി സ്വല്ലല്ലാഹുവിനെക്കുറിച്ചുള്ള പരാമർശ വചനങ്ങൾ ഇന്നുമുണ്ട് എന്നർത്ഥം. രണ്ടാമത്തെ കാര്യം അതാണ്. മൂന്നാമത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ ദൂതനാണെന്നതിന് അവതരിപ്പിക്കപ്പെടുന്ന മൂന്നാമത്തെ തെളിവ് എന്താണെന്ന് വിചാരിച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നമുക്ക് വന്ന എന്തെല്ലാം വിരോധങ്ങളും എന്തെല്ലാം കൽപ്പനകളുമുണ്ടോ ആ വിരോധങ്ങളൊന്നും തന്നെ കൽപ്പനകളും നമ്മൾ പരിശോധിച്ചാൽ വിരോധിക്കേണ്ടതേ വിരോധിച്ചിട്ടുള്ളൂ, കൽപ്പിക്കേണ്ടതേ കൽപ്പിച്ചിട്ടുള്ളൂ. അതായത് മനുഷ്യന് ഗുണകരമായ ഒന്നും നിരോധിച്ചിട്ടില്ല, മനുഷ്യന് ദോഷകരമായ ഒന്നും അനുവദിച്ചിട്ടില്ല. അത്രമാത്രം മനുഷ്യന് ഉപകാരപ്പെടുന്നതും ദോഷകരമാകുന്നതും ഇത്ര കൃത്യമായി അറിയാൻ ശരീരശാസ്ത്രത്തെക്കുറിച്ചോ അല്ലെങ്കിൽ സാമൂഹ്യ ശാസ്ത്രത്തെക്കുറിച്ചോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ചോ ഒന്നും അറിയുന്ന ഒരാളല്ല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ എങ്ങനെ ഇത്ര കൃത്യമായിട്ട് പറയാൻ പറ്റുക? ഇപ്പോൾ ധാരാളം മൃഗങ്ങളെ അനുവദിച്ചപ്പോൾ പന്നി മാംസം പറ്റൂലായിരുന്നു. പന്നി മാംസത്തിന് ആത്യന്തികമായി ഗവേഷണം നടത്തുമ്പോൾ എന്ത് ചെയ്യും, അങ്ങനെ തന്നെ മനസ്സിലാകത്തുന്ന പറ്റാത്തതാണെന്നും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ് വളരെ കൃത്യമായിരുന്നു എന്ന് മനസ്സിലാവും. അപ്പോൾ മദ്യത്തെക്കുറിച്ച് വളരെ കൃത്യമായി വിശുദ്ധ ഖുർആനിലും പ്രവാചക വചനങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ കുടുംബത്തിൽ നിന്ന് കല്യാണം കഴിക്കണം, നമ്മളൊക്കെ നേർക്ക് നേരെ രക്തബന്ധമുള്ളവരെ വിവാഹം കഴിക്കുന്നത് പാടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ വിവാഹം കഴിക്കുന്നത് കൊണ്ട് എന്തെല്ലാം ദുരന്തങ്ങളുണ്ട് എന്ന് നമുക്ക് അനുഭവങ്ങളിൽ നിന്ന് തന്നെ എന്ത് ചെയ്യും മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ എങ്ങനെ പറയാൻ സാധിച്ചു എന്നതാണ് മൂന്നാമത്തെ കാര്യം. അതുകൊണ്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹിയുണ്ട്, അള്ളാഹു സംസാരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇതൊന്നും ഇത്ര കൃത്യമായി പറയാൻ പറ്റൂല. മാത്രമല്ല ഇസ്ലാമിക ശരീഅത്തിനെ പരിശോധിക്കുന്ന സമയത്ത് സമൂഹത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം എന്ത് ചെയ്തു, അവർക്ക് വിരോധിച്ചു. അത് മുന്നെല്ലാം വഴികളും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടച്ചു കളഞ്ഞു. അന്ധവിശ്വാസങ്ങളിലൂടെ ജനങ്ങൾ ചൂഷണം ചെയ്യപ്പെടാവുന്ന എല്ലാ മാർഗങ്ങളെയും എന്ത് ചെയ്തു, വഴി അടച്ചു കളയുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് ഇതൊക്കെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ ദൂതനാണെന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ ഫല്ലദീന ആമനു ബിഹി വ അസ്സറൂഹു വ നസറൂഹു വത്തബഉ നൂറല്ലദീ ഉൻസില മഅഹു ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. ഫല്ലദീന ആമനു ബിഹി, അതായത് അതുകൊണ്ട് എന്ത് ചെയ്യണം, നബിയിൽ വിശ്വസിക്കണം, നബിയെ സഹായിക്കണം, നബിനെ ശക്തിപ്പെടുത്തണം, നബിൻ്റെ കൂടെ വന്നിട്ടുള്ള വിശുദ്ധ ഖുർആൻ നിങ്ങൾ വിശ്വസിക്കണം, എങ്കിൽ നിങ്ങൾ വിജയികളാകുന്നതാണ്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ളതാണെന്ന് ഉറപ്പുള്ളത് കൊണ്ട് ഈ ശരീഅത്തിന് ആര് പിൻപറ്റുന്നുവോ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇരു ലോകങ്ങളിലും വിജയിക്കാൻ പറ്റുമെന്നൊരാശയമാണ് പറയുന്നത്. വായിച്ചു നോക്കുക, അല്ലദീന യത്തബിഊന അർ റസൂല, അല്ലദീന യാതൊരു കൂട്ടം ആളുകൾ, യത്തബിഊന അവർ പിൻപറ്റുന്നു, അർ റസൂല ആ റസൂലിനെ പിൻപറ്റുന്ന ആളുകൾക്ക്. ഇതിന് തൊട്ട് മുമ്പുള്ള ആയത്തിനേറ്റ് ഈ ആയത്തിന് ചെറിയൊരു കണക്ഷൻ ഉണ്ട്. നമ്മൾ വായിച്ചു, ഇഹലോകത്തും പരലോകത്തും ഞങ്ങൾക്ക് നന്മ തരണേ, ഞങ്ങൾ നിന്നിലേക്ക് ഖേദിച്ചു മടങ്ങിയിരിക്കുന്നു എന്നൊരു പ്രാർത്ഥനയെക്കുറിച്ച് പറയുന്നുണ്ട്. അവിടെ റഹ്മത്തി വസഅത്ത് കുല്ല ഷൈഇൻ, എൻ്റെ കാരുണ്യം എല്ലാറ്റിലും വിശാലമായിരിക്കുന്നു എന്ന് അല്ലാഹ് പറയുന്നുണ്ട്. അതുകൊണ്ട് ആ എൻ്റെ കാരുണ്യം പ്രത്യേകമായി ഞാൻ നൽകുന്നത് ആർക്കാണ്? സൂക്ഷ്മത പാലിക്കുന്നവർക്കും സക്കാത്ത് കൊടുക്കുന്ന ആളുകൾക്കും നമ്മുടെ ആയത്തുകളിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് നമ്മൾ എന്ത് ചെയ്യും, അള്ളാഹു കാരുണ്യം കൊടുക്കുന്നതാണ്. ആ കാരുണ്യം കൊടുക്കും എന്ന് പറഞ്ഞ കൂട്ടത്തിൽ ഉൾക്കൊള്ളുന്ന മറ്റൊരു വിഭാഗം ആളുകളാണ് അല്ലദീന യത്തബിഊന റസൂല, പ്രവാചകനെ പിൻപറ്റുന്നവർക്ക്. ഇപ്പം എന്തുമാത്രം സുന്നത്തുകളോടും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിയമങ്ങളോടും നമ്മൾ ആഭിമുഖ്യവും അനുസരണവും കാണിക്കുന്നുവോ അതിനനുസരിച്ച് അള്ളാഹുവിൻ്റെ കാരുണ്യം നമുക്ക് ലഭിക്കും എന്നാണ് പറയുന്നത്. അല്ലദീന യത്തബിഊന അർ റസൂല അൻ നബിയ അൽ ഉമ്മിയ, നിരക്ഷരനായ നബിയായ പ്രവാചകനായ റസൂലായ ആ പ്രവാചകനെ പിൻപറ്റുന്നത് ആളുകൾ. യജിദൂനഹു അവർ കണ്ടുവരുന്നു, അദ്ദേഹത്തെ അവർ കാണുന്നു, മക്തൂബൻ എഴുതപ്പെട്ടതായി, ഇന്ദഹും അവിടെ അടുക്കലുള്ള ഫിത് തൗറാത്തി വൽ ഇഞ്ചീലി, അതായത് ഇഞ്ചീലിലും തൗറാത്തിലും, ഇഞ്ചീലിലും അതേപോലെ തന്നെ തൗറാത്തിലും
രേഖപ്പെടുത്തപ്പെട്ടതായി അവർ കണ്ടുവന്നിട്ടുള്ള വ്യക്തിയെ. അതാണ് രണ്ടാമത്തെ. ഒന്ന് നിരക്ഷരനാണെന്നുള്ള തെളിവ്. രണ്ടാമത്തത് തൗറാത്തിലും ഇഞ്ചീലിലും ആ നബി സ്വല്ലല്ലാഹുവിനെക്കുറിച്ചുള്ള പരാമർശങ്ങൾ ഉണ്ട്. യഅ്മുറുഹും, അദ്ദേഹം അവരോട് കൽപ്പിക്കുന്നു, ബിൽ മഅറൂഫി, സദാചാരം കൊണ്ട്, നല്ല കാര്യങ്ങളെ കൊണ്ട് കൽപ്പിക്കുന്നു. വയൻഹാഹും, അവരെ തൊട്ട് വിരോധിക്കുന്നു, അനിൽ മുൻകരി, തിന്മയെ തൊട്ട് വിരോധിക്കുകയും ചെയ്യുന്നു. നല്ല കാര്യങ്ങൾ കൽപ്പിക്കുന്നു. വഹുവ കുല്ലു മാ ഉരിഫ ഖുബ്ഹുഹു ഫിൽ ഉഖൂൽ, അത് എന്തെല്ലാം വിരോധിച്ചിട്ടുണ്ടോ അതിനെപ്പറ്റി നമ്മൾ ചിന്തിച്ചാൽ, നമുക്ക് ആലോചിച്ചാൽ തന്നെ അറിയാം, അത് ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ അറിയാം അത് അനുവദിക്കാൻ പാടില്ലാത്തതാണ്. വൽ ഫിത്തർ, നമ്മുടെ പ്രകൃതി കൊണ്ട് നമുക്ക് മനസ്സിലാവും. കൽപ്പിച്ചതോ ഫയമുറുഹും ബിസ്വലാ വസ്സക്കാ വസ്സൗം വൽ ഹജ്ജ്, ഇതെല്ലാം എന്താണ്? അഥവാ സിലത്തുൽ അർഹാം, കുടുംബബന്ധം ചേർക്കണം, മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യണം, അയൽവാസിക്ക് പുണ്യം ചെയ്യണം, അതേപോലെ തന്നെ എന്താണ്? മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യണം, സത്യസന്ധരാവണം, പരിശുദ്ധി പ്രാപിക്കണം, പുണ്യം ചെയ്യണം, ഗുണകാംക്ഷ വേണം എന്ന് പറയുന്ന എന്തെല്ലാം ശിർക്ക് ചെയ്യാൻ പറ്റൂല, അന്യായമായി കൊല നടത്താൻ പറ്റില്ല, വ്യഭിചരിക്കാൻ പറ്റൂല, കള്ള് കുടിക്കാൻ പറ്റൂല, അക്രമം ചെയ്യാൻ പറ്റൂല, നുണ പറയാൻ പറ്റൂല, ഇങ്ങനെ എന്തെല്ലാം വിരോധിച്ചിട്ടുണ്ടോ ആ വിരോധിച്ച മുഴുവൻ കാര്യങ്ങളും വിരോധിക്കേണ്ടതു തന്നെയായിരുന്നു എന്നും നമുക്കെന്ത് ചെയ്യും? മനസ്സിലാക്കും. വയുഹില്ലു ലഹുമു ത്വയ്യിബാത്ത്, അവർക്ക് വിശിഷ്ടമായതിനെ, നല്ല വസ്തുക്കളെ അവർക്ക് അനുവദിക്കുകയും ചെയ്തു എന്നാണ്. യുഹില്ലു ലഹുമു ത്വയ്യിബാത്തു, വിശിഷ്ട വസ്തുക്കളെ അവർക്ക് അനുവദിക്കുകയും ചെയ്തു എന്നാണ്. അതായത് മിനൽ മത്വായിം, ഭക്ഷണങ്ങളിൽ നിന്ന്, വൽ മഷാരിബ്, പാനീയങ്ങളിൽ നിന്ന്, വൽ മനാക്യ, വിവാഹങ്ങളിൽ നിന്ന്, ഓരോന്നിനും എന്താണ് പറ്റുന്നത്, എന്താണ് പറ്റാത്തത് എന്ന് വളരെ വ്യക്തമായി പറഞ്ഞു കൊടുക്കുകയും ചെയ്തു എന്നർത്ഥം. ഒക്കെ ഓരോന്നും വളരെ ബുദ്ധിപരമായ സംഗതികൾ. അപ്പോൾ വിവാഹം കഴിക്കുമ്പോൾ ഒരേ കുടുംബത്തിൽ ജ്യേഷ്ഠത്തിന് അനുജത്തിന്, ഒരു പുരുഷന് 1, 2, 3, 4 വിവാഹം കഴിക്കാം. പക്ഷേ ഒരാളെ കല്യാണം കഴിച്ചാൽ അവളുടെ ജ്യേഷ്ഠത്തിനെയോ അനുജത്തിനെയോ കല്യാണം കഴിക്കാൻ പാടില്ല. നാം കല്യാണം കഴിച്ച ഒരു സ്ത്രീയുടെ ഉമ്മനെ കല്യാണം കഴിക്കാൻ പാടില്ല. എവിടെയെല്ലാം എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതൊക്കെ വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്തു? വിശദീകരിച്ചും വ്യക്തമാക്കിയും പറഞ്ഞു തന്നു എന്നുള്ളത് വളരെ വലിയ ഒരു സംഭവമാണ്. വയുഹില്ലു ലഹുമു ത്വയ്യിബാത്ത്, അവർക്ക് എന്ത് ചെയ്തു? വിശിഷ്ടമായ വസ്തുക്കളെ അനുവദിച്ചു കൊടുത്തു. വയുഹർരിമു അലൈഹിമുൽ ഖബായിസ്, ഖബായിസുകളെ, ചീത്തയായ കാര്യങ്ങളെ, പറ്റാത്ത കാര്യങ്ങൾ. അത് പറ്റാത്ത കാര്യം എന്ന് പറയുമ്പോൾ ഒക്കെ പറയും. പറ്റാത്ത പ്രവൃത്തി, പറ്റാത്ത വാക്ക്, വിവാഹം കഴിക്കാൻ പറ്റാത്ത ആളുകളെ, ഭക്ഷിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ, തിന്നാൻ പറ്റാത്ത വസ്തുക്കളെ, മനുഷ്യന് എന്തെല്ലാം ദോഷം ചെയ്യുന്നവയുണ്ടോ അവയെ മുഴുവനും നിഷിദ്ധമാക്കി. വയലഉ അൻഹും ഇസ്റഹും, അങ്ങനെ അവരുടെ മേലുണ്ടായിരുന്ന പ്രയാസങ്ങളെ അവർക്കെന്ത് ചെയ്തു? നീക്കിക്കൊടുക്കുകയും ചെയ്തു എന്നാണ്. അവിടെ ഉണ്ടായിരുന്ന ഭാരങ്ങളെ, ഇസ്ർ എന്ന് പറഞ്ഞാൽ ഭാരം എന്നാണ്, അവിടെ ഭാരങ്ങളെ അവർക്ക് ഇറക്കി കൊടുക്കുകയും ചെയ്തു. ശരിക്കൊരു മുസ്ലിം ആകുന്നതോടുകൂടെ എല്ലാ അന്ധവിശ്വാസങ്ങളിൽ നിന്നും അനാചാരങ്ങളിൽ നിന്നും അയാൾ മോചിതനാകും. അപ്പോൾ ഇസ്ലാമിന് ശരിക്കും ഉൾക്കൊള്ളാത്ത മുസ്ലിങ്ങളിൽപ്പെട്ട സാമുദായികമായ ആളുകൾ തന്നെ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നതിൻ്റെ അപ്പുറത്തേക്കുള്ള പ്രയാസങ്ങളാണ്. ഓരോരുത്തർ മരിച്ചാലും ജനിച്ചാലും മറ്റുള്ള വിശ്വാസങ്ങളുടെ അടിസ്ഥാനത്തിൽ എന്തൊക്കെ പണച്ചെലവും എന്തൊക്കെ പ്രശ്നങ്ങളുമാണ് ആളുകൾക്ക് ഉണ്ടാവുന്നതെന്ന് അറിയുന്നത്. വൽ അഗ്ലാലല്ലത്തി കാനത്ത് അലൈഹിം, അവിടെ മേൽ ഉണ്ടായിരുന്ന ബന്ധനങ്ങളെ, അഗ്ലാൽ ചെങ്ങലകളാണ്, അവരുടെ ചെങ്ങലക്കെട്ടുകളെയും പ്രയാസങ്ങളെയൊക്കെ ഈ ശരിയായ ശുദ്ധമായ ചൂഷണമുക്തമായ ഈ ശരീഅത്തിലൂടെ അവർക്കെന്ത് ചെയ്തു? ജീവിത പ്രയാസങ്ങൾ ഒഴിവാക്കി കൊടുത്തു, നല്ലത് അനുവദിച്ചു കൊടുത്തു, ചീത്തയെ വിരോധിച്ചു കൊടുത്തു. ഇങ്ങനെയുള്ള ആ പ്രവാചകനെയാണ് അവർ പിൻപറ്റുന്നത്. അതുകൊണ്ട് ഫല്ലദീന ആമനു ബിഹി, ആ പ്രവാചകനിൽ ആര് വിശ്വസിക്കുന്നുവോ, ആ പ്രവാചകനിൽ ആര് വിശ്വസിക്കുന്നുവോ, അസ്സറൂഹു, അദ്ദേഹത്തെ ബഹുമാനിക്കുകയും ചെയ്യുക, ബലപ്പെടുത്തുക. രണ്ടർത്ഥമുണ്ട്, ബഹുമാനിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുക. വനസറൂഹു, അദ്ദേഹത്തെ സഹായിക്കുകയും ചെയ്യുക. വത്തബഉൻ നൂറല്ലദി ഉൻസില മഅഹു, അദ്ദേഹത്തിൻ്റെ കൂടെ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള
ആ പ്രകാശത്തെ പിൻപറ്റുകയും ചെയ്തുവോ ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവരാകുന്നു വിജയികൾ എന്നാണ്. അപ്പം അതിന് നേരൊരു വിപരീത വശമുണ്ട്. എന്താ അറിയോ? ഉലൈക ഹുമുൽ ഖാസിറൂൻ എന്ന് പറയണത്. ആരാണ് ആ പരാജയപ്പെട്ട വ്യക്തികൾ? ആരാണ്? ഈ പ്രവാചകനെ അനുസരിക്കുമോ വ അമ്മാ മല്ലൻ യുഅ്മിൻ ബിഹാദൻ നബിയിൽ ഉമ്മി വയുഅസ്സിറുഹു വയൻസുറുഹു വലം യത്തബിഉ നൂറല്ലദീ ഉൻസില മഅഹു ഫഉലൈക ഹുമുൽ ഖാസിറൂൻ. ഈ പ്രവാചകനെ ആര് പിൻപറ്റാതിരിക്കുന്നുവോ അവരാകുന്നു നഷ്ടക്കാർ എന്നാണ്. അപ്പോൾ അതിന് ഇത്രയും സമ്പൂർണ്ണമായി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു കൂട്ടിച്ചേർക്കലുമില്ലാതെ പൂർണ്ണമായും അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് വന്ന നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഈ ശരീഅത്ത് അതുപോലെ ആരെങ്കിലും ജീവിതത്തിൽ ഉൾക്കൊണ്ട് ആചരിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ എന്തു ചെയ്യും? എല്ലാ പ്രതിസന്ധികളിൽ നിന്നും, എല്ലാ പ്രതികൂലതകളിൽ നിന്നും, എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും അവരെന്ത് ചെയ്യും? രക്ഷപ്പെടും എന്നാണ് ഈ പറയുന്നത്. അപ്പോൾ നമ്മൾ പലപ്പോഴും സുന്നത്തായ കാര്യങ്ങൾ അത് സുന്നത്തല്ലേ, എന്താ അപ്പോൾ അത് നിർബന്ധമൊന്നുമില്ലല്ലോ എന്ന ആളുകൾ പറയും. പക്ഷേ നമുക്ക് നിശ്ചയിക്കപ്പെട്ട ഏതു കാര്യങ്ങളിലും എന്തുണ്ട്? നമുക്കതിൻ്റേതായ ചില ഗുണങ്ങളുണ്ട്. രാവിലെ ഇപ്പോൾ നമ്മൾ ദിക്ർ ചെല്ലുകയാണെങ്കിൽ പോലും അന്നത്തെ ദിവസത്തെ നമ്മുടെ മാനസികാവസ്ഥകളെ ശക്തിപ്പെടുത്താനും നമുക്ക് മനസമാധാനം ഉണ്ടാവാനും പറ്റുന്ന നിയമങ്ങൾ അതിലുണ്ട്. അപ്പോൾ നമ്മൾ എന്തൊക്കെ നമ്മൾ ജീവിതത്തിൽ ഈ ശരീഅത്തിൽ നിന്ന് ഉൾക്കൊള്ളുന്നുവോ അതിൻ്റെയൊക്കെ ഭൗതികവും പാരത്രികവുമായ ഗുണങ്ങൾ നമുക്ക് കിട്ടും. അത് ഏതെങ്കിലും നമ്മൾ വിട്ടുകളയാണെങ്കിലോ അതിനെന്ത് ചെയ്യും? അതിൻ്റെ പ്രയാസങ്ങളുണ്ടാകും. എന്നാൽ മതനിയമങ്ങളിലാകട്ടെ യുരീദു അല്ലാഹു ബിക്കുമുൽ യുസ്ർ വലാ യുരീദു ബിക്കുമുൽ ഉസ്ർ, നമ്മളെ ഒരു ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യവും മതത്തിലില്ല. എല്ലാം നമുക്ക് ആശ്വാസം നൽകുന്നത് മാത്രമേ ഉള്ളൂ എന്നാണ്. ഈ പറഞ്ഞ കാര്യത്തെ ഒന്നും കൂടെ ശക്തിപ്പെടുത്തി പറയാണ്, കുൽ നബിയെ പറയുക, യാ അയ്യുഹന്നാസേ ജനങ്ങളെ, ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും. ഇവിടെ ബനൂ ഇസ്രായേലുകാരായ വേദക്കാരായ ആളുകളെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ടുള്ള ഒരു വിളിയാണ്, ഒരു ദഅവത്താണ് ഇത്. കുൽ യാ അയ്യുഹന്നാസേ ജനങ്ങളെ, ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും ജമീഅ. ആൾക്കാർ ചോദിക്കലുണ്ട്, മുഹമ്മദ് നബി മക്കത്തുള്ള കുറച്ച് ആൾക്കാർക്കുള്ളതാണ്, ലോകത്തെ മുഴുവൻ ആളുകൾക്കുമുള്ള പ്രവാചകനാണെന്നുള്ളതിന് എന്തെങ്കിലും തെളിവുണ്ടോ എന്ന് ചോദിക്കലുണ്ട്. ഖുർആൻ വ്യക്തമായി പറയുന്നു, യാ അയ്യുഹന്നാസേ ജനങ്ങളെ, ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും ജമീഅൻ, നിങ്ങൾ എല്ലാവരിലേക്കുമുള്ള അള്ളാഹുവിൻ്റെ ദൂതനാകുന്നു ഞാൻ. ആരാണ് അള്ളാഹു? അല്ലദീ ലഹു മുൽക്കു സമാവാത്തി വൽ അർദ്, ആകാശഭൂമികളുടെ മുഴുവനും അധികാരസ്ഥനായ അള്ളാഹു. ആകാശഭൂമികളുടെ മുഴുവനും രാജാധികാരം ഏതൊരാൾക്കാണോ ആ അള്ളാഹുവിൽ നിന്നും നിങ്ങളിലേക്കുള്ള പ്രവാചകനാകുന്നു ഞാൻ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അള്ളാഹുവിൻ്റെ മഹത്വം ഇവിടെ വ്യക്തമാക്കുന്നത് എങ്ങനെയാണ്? ആകാശഭൂമികളുടെ രാജാധികാരം എന്നാണ്. അതായത് അള്ളാഹുവിൻ്റെ കഴിവും ശക്തിയും മനസ്സിലാക്കാനുള്ള ഏറ്റവും വലിയ തെളിവാണ് എന്താണ്? ആകാശവും ഭൂമിയും അടങ്ങുന്ന ഈ മഹാപ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പും അതിൻ്റെ സഞ്ചാരവും അതിൻ്റെ സൃഷ്ടിപ്പും അതിൻ്റെ വിശാലതയും അതിൻ്റെ അന്യൂനതയും എല്ലാം അതിനുള്ള ഏറ്റവും വലിയ തെളിവാണ്. ആരെ പറഞ്ഞ് നമ്മളെ ഇവിടുത്തെ UAE ഒരു എയർപോർട്ടിൽ ഒരു വിമാനത്തിന് തീ പിടിച്ചല്ലോ. വിമാനത്തിന് തീ പിടിച്ചിട്ട് 4 മണിക്കൂർ കൊണ്ട് ആ വിമാനം അവിടെ നിന്ന് പൂർണ്ണമായും നീക്കി, അതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ നീക്കി. പക്ഷെ ആ 4 മണിക്കൂർ നേരം പറന്നുയരേണ്ട വിമാനങ്ങൾക്ക് 4 മണിക്കൂർ വന്ന ഡിലേ പരിഹരിക്കാൻ 1.5 മാസം വേണ്ടി വന്നു എന്ന്. പിന്നെ ബാക്കി വിമാനങ്ങൾക്ക് സമയം കൊടുക്കൂല ഷെഡ്യൂൾ, അത് ശരിയാവാൻ 1.5 മാസം വേണ്ടി വന്നു. അപ്പോൾ അത് സാധാരണ നമുക്ക് തന്നെ പോയാൽ ദുബായ് എയർപോർട്ടൊക്കെ കാണാൻ പറ്റും. ഒരു വിമാനം ഇങ്ങനെ പറന്ന് പൊന്താൻ നിൽക്കുമ്പോൾ ബാക്കിലൊരു വിമാനം നിൽക്കുകയാണ്. ആ വിമാനം റൺവേയിൽ നിന്നാണ്ട് വീടിനോട് കൂടെ അടുത്ത വിമാനം അണ്ട് വരും. അങ്ങനെ 5ഉം 8ഉം 10ഉം വിമാനങ്ങളാണ് ബാക്കിൽ നിൽക്കുക. ഈ വിമാനം അവിടെ നിന്നാണ്ട് കത്തിയതോട് കൂടെ എന്ത് ചെയ്തു? 4 മണിക്കൂർ നേരം കൊണ്ട് എല്ലാം അവിടുന്ന് ക്ലീനാക്കി. പക്ഷേ ആ ഷെഡ്യൂൾ പിന്നെ പുനഃക്രമീകരിക്കാൻ 1.5 മാസം വേണ്ടി വന്നു. അപ്പോൾ ഇങ്ങനെ മണൽത്തരികളെക്കാളും അധികം നക്ഷത്രങ്ങളും ഗോളങ്ങളും ഒക്കെ, അതൊക്കെ പാടെ സഞ്ചരിപ്പിക്കുന്നിടത്ത് പടച്ചവൻ്റെ കഴിവൊന്ന് ആലോചിച്ചാൽ മതി.
അതൊക്കെ അതിൻ്റെ സഞ്ചാരപഥങ്ങളുടെ കൃത്യം ചലിക്കണം. ആകാശത്തുനിന്ന് പോലും വിമാനങ്ങൾ കൂട്ടിയിടിക്കുന്നുണ്ട്, കപ്പലുകൾ കടലിൽ കൂട്ടിയിടിക്കുന്നുണ്ട്. എന്നാൽ ഒരിക്കലും ഈ കോടിക്കണക്കിന് നക്ഷത്രങ്ങളും ഗോളങ്ങളും കറങ്ങിയിട്ടും ഒന്നൊന്നുമോ തൊടുന്നില്ല എന്ന് പറഞ്ഞാൽ അള്ളാൻ്റെ കഴിവ് മനസ്സിലാക്കാൻ അല്ലതി ലഹു മുൽക്കുസമാവാത്തി പറഞ്ഞു അത്ര മതിയെന്നുള്ളൂ. മനുഷ്യൻ ഇത്രയൊക്കെ ബുദ്ധിയും ചിന്തയും ഉപയോഗിച്ചിട്ടും മനുഷ്യൻ്റെ പരിമിതിയാണ് ആ പറഞ്ഞത്. ലാ ഇലാഹ ഇല്ലാഹു വൈ. ഇനി അള്ളാൻ്റെ കഴിവിന് മറ്റുദാഹരണം, ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാതെ ആരാധ്യനില്ല, യുഹ്യി വയുമീത്ത്, അവനാണ് ജീവിപ്പിക്കുന്നതും മരിപ്പിക്കുന്നത്. ലോകത്തെ എന്താ ഔലിയാക്കന്മാരും മഹാത്മാക്കളും ഒക്കെ ഉണ്ടെങ്കിലും ശരി, ഓർക്കൊന്നും മനുഷ്യൻ്റെ ജീവിതത്തെയും മരണത്തെയും തൊട്ട് കളിക്കാൻ ഓർക്കാർക്കും പറ്റൂല. പിന്നെ ഇപ്പം എന്താ കാര്യം? ഒരു ദിവസത്തെ മരണത്തെ ഒരു സെക്കൻഡ് അങ്ങടായി കൊടുക്കാനോ ഇങ്ങടാക്കാനോ പറ്റൂലെങ്കിൽ പിന്നെന്താണ് അധികാരം? പിന്നെന്താണ് അവിടെ ദൈവീകത? ഒന്നും പറ്റൂല. ഹുവ യുഹ്യി വ യുമീത്ത്, അവനാണ് ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നവൻ. അതുകൊണ്ട് ഇത്രയും ശക്തിയും മഹത്വവുമുള്ള അള്ളാഹുവിൻ്റെ നിയമങ്ങളാണ് നിങ്ങളുടെ കൈകളിലുള്ളത്. അതുകൊണ്ട് വേദക്കാരെ, ജനങ്ങളെ, നിങ്ങളെല്ലാവരും ഈ ഖുർആനിലേക്കും ഈ പ്രവാചകൻ്റെ ചര്യയിലേക്കും നിങ്ങളെന്ത് ചെയ്യുക? തിരിച്ചു വരിക. ഫആമിനു ബില്ലാഹ്, അതുകൊണ്ട് നിങ്ങളെന്ത് ചെയ്യണം? അള്ളാഹുവിൽ നിങ്ങളെന്ത് ചെയ്യണം? വിശ്വസിക്കണം. ഫആമിനു ബില്ലാഹ്, അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കണം. ഈമാനൻ ഫിൽ ഖൽബ് മുതളമ്മിനൻ ലിൽ അഅ്മാലിൽ ഖുലൂബി വൽ ജവാരി. ഞാൻ വിശ്വസിച്ചു എന്ന് പറഞ്ഞാൽ പോരാ, അതിൻ്റെ പ്രവർത്തനങ്ങൾ നിങ്ങളിൽ നിന്ന് ഉണ്ടാവുകയും വേണം. ഫആമിനു ബില്ലാഹി വറസൂലിഹി അന്നബിയിൽ ഉമ്മിയില്ലദി യുഅ്മിനു ബില്ലാഹി വകലിമാതിഹി. നിങ്ങൾ അള്ളാഹുലും റസൂലും വിശ്വസിക്കുക. അവൻ്റെ പ്രവാചകൻ അന്നബിയിൽ ഉമ്മി, എന്താണ്? നിരക്ഷരനായിട്ടുള്ള ഉമ്മിയായ അക്ഷരജ്ഞാനമില്ലാത്ത പ്രവാചകൻ. അദ്ദേഹത്തെ നിങ്ങൾ പിൻപറ്റുകയും ചെയ്യും. വത്തബിഊഹു അല്ലദി യുഅ്മിനു ബില്ലാഹി കലിമാതിഹി, എന്താണ്? അള്ളാഹുവിലും അവൻ്റെ വാക്യങ്ങളിലും വിശ്വസിക്കുന്ന, അള്ളാഹുവിലും അവൻ്റെ വാക്യങ്ങളിലും വിശ്വസിക്കുന്നവനായ നിരക്ഷരനും പ്രവാചകനും ദൂതനുമായിട്ടുള്ള ആ പ്രവാചകനിലും അള്ളാഹുവിലും നിങ്ങൾ വിശ്വസിക്കുക. വത്തബിഊഹു, ആ പ്രവാചകനെ നിങ്ങൾ പിൻപറ്റുകയും ചെയ്യുക. ലഅല്ലക്കും തഹ്തദൂൻ, നിങ്ങൾ എന്താണ്? നേർമാർഗം പ്രാപിച്ചേക്കാമെന്നാണ്. ഫി മസാലിഹിക്കുമുദ്ദീനിയ വദ്ദുന്യവിയ ഫഇന്നക്കും ഇദൻ ലം തത്തബിഉ ഇന്നക്കും ഇദാ ലം തത്തബിഊഹു ലലൽതും ലലാലം ബഈദ. നിങ്ങളെ ദുനിയാവിലും ആഖിറത്തിലുമുള്ള നന്മകൾക്ക് നിങ്ങൾക്ക് നല്ലത് അതുതന്നെയാണെന്ന്. ഇന്നക്കും ഇദാലം തത്തബിഉഹു ലലൽതും ലലാലം ബഈദ, നിങ്ങളത് പിൻപറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യും? നിങ്ങൾ വളരെ വലിയ വഴികേടിലാകും എന്നാണ് എന്ത് ചെയ്യണത്? പറയുന്നത്. എത്ര കൃത്യമാണ് ഈ പരാമർശം നമ്മൾ മനസ്സിലാക്കണം. പിന്നെ ഇപ്പോൾ ഒരു പ്രേമിക്കുന്ന ആളുകൾക്കുള്ളൊരു ദിവസമാണ് ഇപ്പോൾ കഴിഞ്ഞത് 14-ാം തീയതി. എല്ലാറ്റിനും ദിവസമല്ലേ, അതിനു വേണ്ടി വെച്ച ദിവസമാണത്. അപ്പോൾ ആ ദിവസത്തിലാണ് എന്ത് ചെയ്തത്? 26 കൊല്ലം മുമ്പ് എന്താണ് പ്രേമിച്ച് കല്യാണം കഴിഞ്ഞ ആൾക്കാരാണ്. 26 കൊല്ലം മുമ്പ് ആ പ്രേമിച്ച് കല്യാണം കഴിഞ്ഞിട്ട് ഈ പ്രേമത്തിൻ്റെ ദിവസത്തിൽ അവർ കൗൺസിലിങ്ങിന് വന്നപ്പോൾ ഞാൻ ആലോചിച്ചാണ്, 26 കൊല്ലം ജീവിച്ചിട്ടും അവരെ പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ടില്ല. അവരുടെ ജീവിത പ്രശ്നങ്ങൾക്കുള്ള ഏക കാരണം അവരെന്ത് ചെയ്തു? പരസ്പരം സ്നേഹിച്ച് കല്യാണം കഴിഞ്ഞു എന്നുള്ളതാണ്. എല്ലാവർക്കും അങ്ങനെ വരുന്നുള്ളത് പറയാനല്ല, പക്ഷെ അവരെ പ്രശ്നം അതാണ്. എന്തൊക്കെ പ്രശ്നങ്ങൾ അവർ രണ്ടാളും പരസ്പരം ഉന്നയിക്കുന്നുണ്ടോ അതിൻ്റെ അടിത്തറ എന്താണെന്ന് ചോദിച്ചാൽ പരസ്പര വിശ്വാസമില്ലാത്തൊരു വിവാഹം നടന്നു എന്നുള്ളതാണ്. ഇന്നും എന്ന് പറഞ്ഞാൽ ഇസ്ലാം അനുവദിച്ച അല്ലെങ്കിൽ ഇസ്ലാം നിർദ്ദേശിച്ച ഒരു വഴി അത് എവിടെയാണെങ്കിലും അതിൻ്റെ അന്യൂനത വേറെ ഒന്നിനും കിട്ടൂല എന്നുള്ളതിനുള്ള ഏറ്റവും വലിയ തെളിവാണ്. അതാണ് ദുനിയാവിലും പറഞ്ഞിട്ടില്ല നിങ്ങൾ, ദുനിയാവിലെ ഹൈറിനും നാളെ പരലോകത്തെ ഹൈറിനും എന്താണ് നല്ലത്? എല്ലാറ്റിലും ദീന് നോക്കൽ തന്നെയാണ് നല്ലത് എന്ന്. ആൾക്കാർ പറയാൻ എന്താ? ദീനൊന്നും നോക്കി എവിടെ ഒന്നും നടക്കൂല. ഔദുബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം.
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الذين يتبعون الرسول النبي الأمي الذي يجدون النبي الأمي الذي يجدونه مكتوبا عندهم في التوراة والإنجيل يأمرهم بالمعروف وينهاهم عن المنكر ويحل لهم الطيبات ويحرم عليهم الخبائث ويضع عنهم إصرهم والأغلال التي كانت عليهم فالذين آمنوا به وعزروه ونصروه واتبعوا النور الذي أنزل معه أولئك هم المفلحون. قل يا أيها الناس إني رسول الله إليكم جميعا الذي له ملك السماوات والأرض لا إله إلا هو يحيي ويميت فآمنوا بالله ورسوله النبي الأمي الذي يؤمن بالله الذي يؤمن بالله وكلماته واتبعوه لعلكم تهتدون.